ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നവരല്ലേ? വഴിയൊക്കെ തെറ്റി മടുത്തുണ്ടാവില്ലേ? ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താലും ദുബായിൽ ഒരു രക്ഷയില്ല. അപ്പോൾ അതിന് ബദലായിട്ട് വേറൊരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്. നമുക്ക് വെയ്സ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറാസ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട്, എത്ര സ്പീഡിൽ ഏതൊക്കെ റോഡിൽ ഓടിക്കാം. ചിലപ്പോൾ നമ്മൾ മിസ്സൊക്കെ ആയി പോവാം. ചിലപ്പോൾ റോഡിൽ ഏത് സ്പീഡിൽ ഓടിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുപോലെ തന്നെ എവിടെയൊക്കെ ക്യാമറാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 8 ലൈനൊക്കെ പോകുകയാണെങ്കിൽ ഏത് ലൈനിൽ കൂടെ നമ്മൾ പോകണം ആ ലൈന് സഹിതം അവർ കാണിച്ചു തരും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ മീൻസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു ഡെമോ പോലെ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം വെയ്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആണ്. വെയ്സ് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലൊരുപാട് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവോയ്ഡ് ടോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, നമ്മൾ ഗൂഗിളിലെ ഓപ്ഷൻ ഉണ്ട്, അത് നേരെ അവോയ്ഡ് ടോൾ എന്ന് പറഞ്ഞ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിന്നീട് നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഒരുപാട് ഡയറക്ഷൻസ് കാണിക്കുക. അപ്പം നമുക്ക് ഈസിയസ്റ്റ് വേ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ തന്നെയാണ്. പക്ഷേ ഇതിന് ടോപ്പിൽ നോക്കി നമുക്ക് മനസ്സിലാവും 2 ലൈന് കാണിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ആ 2 ലൈനിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുന്നതാണ്. പിന്നെ താഴെ കാണിക്കുന്നുണ്ട് സ്പീഡ്, എത്ര സ്പീഡിൽ പോകാൻ പറ്റും മാക്സിമം. നമ്മുടെ സ്പീഡ് ഇപ്പോൾ ഓവർ ആണെങ്കിൽ ഓവർ അത്ര കാണിക്കും. ഇതിലിപ്പോൾ 3 ലൈൻ കാണിച്ചിട്ടുണ്ട്. അതിൽ റൈറ്റിലുള്ള ഒരു ലൈനിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ 8 ലൈൻ കാണിക്കുന്നുണ്ട്. അതിൽ റൈറ്റിലെ 2 ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നേരെ പോകുമ്പോൾ 3 ലൈൻ ഉണ്ട്. അതിൽ ലെഫ്റ്റിലെ 2 ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് റൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റും. പിന്നീട് നമുക്ക് തിരിച്ചു വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ കണ്ടില്ല, സ്പീഡ് 80 കാണിക്കും. നമ്മുടെ വണ്ടി മൂവ് ചെയ്യുന്നത് 85. സ്പീഡ് കൂടുതലാണെങ്കിൽ അതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിലിപ്പോൾ 4 ലൈൻ ഉണ്ട് ഞാൻ പോകുന്ന വഴിയിൽ. അതിൽ റൈറ്റിലെ 2 ലൈനിൽ കൂടെ പോയാലാണ് എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷനിൽ കൂടെ. പിന്നെ ഒരു വലിയൊരു എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരും, ഏതൊക്കെ ലൊക്കേഷനിൽ എവിടെയൊക്കെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ട്രാവൽ ചെയ്യുന്ന